ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വയർലെസ് നെറ്റ്വർക്കിങ്ങിലെ പാർട്ട് 6 ആണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി കുറച്ച് പാർട്ട് 5 വരെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ വീഡിയോസ് കാണാം, എന്നിട്ട് ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും സുഹൃത്തുക്കൾക്കൊക്കെ അയച്ചു കൊടുക്കുക. അവർക്ക് ഇത് യൂസ്ഫുൾ ആവും. എക്സാമിന് പഠിക്കാനാവുന്ന സമയത്ത് ഇതെന്തായാലും യൂസ്ഫുൾ ആവും. ഒരു ക്യാപ്സൂൾ രീതിയിലാണ് നോട്ട്സും അതേപോലെ തന്നെ കുറച്ച് എക്സ്പ്ലനേറ്റീവ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്ന എല്ലാ പോയിന്റ്സും കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അഡ്വാൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ EC404 മൊഡ്യൂൾ 6 വയർലെസ് നെറ്റ്വർക്കിലെ ടോപ്പിക്സ് ആണ്. കണ്ടിന്യൂസ് ആയിട്ടാണ് നമ്മളിത് പോകുന്നത്. അപ്പോൾ ബാക്കി ഓരോ ടോപ്പിക്സും കൂടെയാണ് നമ്മൾ ഇതിനകത്ത് കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഇനി അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വയർലെസ് ഡാറ്റ സർവീസ് ആണ്. സോ wireless data service, as discussed, circuit switching is inefficient for dedicated mobile data services such as femicil, fax, electronic mail and short messaging, etc. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് സർക്യൂട്ട് സ്വിച്ചിങ് എന്ന് പറഞ്ഞത് ഡെഡിക്കേറ്റഡ് മൊബൈൽ ഡാറ്റ സർവീസിന് അത് യൂസ്ഫുൾ ഇൻഎഫിഷ്യൻ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് ജനറേഷൻ സെല്ലുലാർ സിസ്റ്റം പ്രൊവൈഡ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ യൂസിങ് സർക്യൂട്ട് സ്വിച്ചിങ് ഹാവ് ഡിഫിക്കൽട്ടി പാസിംഗ് മോഡം signal through the audio filters of receiver designed for analog FM common air interfaces. അപ്പോൾ ഫസ്റ്റ് ജനറേഷൻ സെല്ലുലാർ സിസ്റ്റം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ആ ഒരു സിസ്റ്റത്തിനകത്ത് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന യൂസ് ചെയ്യുന്നത് സർക്യൂട്ട് സ്വിച്ചിങ് ആണ്. അപ്പോൾ അതിനകത്തൊരു ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത് ഈ സിഗ്നൽസ് പാസ് ചെയ്യുന്നത്, ആ പാസ് ചെയ്യുന്ന സിഗ്നൽസിനെ പാസ് ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇന്നെവിറ്റബിളി വോയിസ് ഫിൽറ്ററിംഗ് മസ്റ്റ് ബി ഡീആക്ടിവേറ്റഡ് വെൻ ഡാറ്റ ഈസ് ട്രാൻസ്മിറ്റഡ് ഓവർ ഫസ്റ്റ് ജനറേഷൻ സെല്ലുലാർ നെറ്റ്വർക്ക്. അപ്പോൾ അതിൽ അറ്റ് എ ടൈം നമുക്ക് ഡാറ്റയും അതേപോലെ തന്നെ വോയിസും പോകാൻ ഒരു സിഗ്നൽ പാസ് ചെയ്യാൻ പറ്റില്ല. ഏതെങ്കിലും ഒന്ന് ഡീആക്ടിവേറ്റ് ചെയ്തിട്ടും മാത്രമാണ് മറ്റേ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. അതിന് ഡെഡിക്കേറ്റഡ് ഡാറ്റ ലിങ്ക് മസ്റ്റ് ബി എസ്റ്റാബ്ലിഷ്ഡ് ഓവർ എ കോമൺ എയർ ഇൻ്റർഫേസ്. അതേപോലെ തന്നെ ആ ഒരു കേസിലാണെങ്കിൽ ഒരു ഡെഡിക്കേറ്റഡ് ഡാറ്റ ലിങ്ക് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നിട്ടുണ്ട്. സോ ദ ഡിമാൻഡ് ഫോർ പാക്കറ്റ് ഡാറ്റ സർവീസസ് ഹാസ് until recently been significantly less than the demand for voice services, and first generation subscribers equipment design has focused almost solely for voice only cellular communication. അപ്പോൾ റീസെൻ്റ്ലി ആണ് നമ്മൾ ഈ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടി ഡിമാൻഡ് കൂടിയത്. എന്ന് വെച്ചിട്ട് നമ്മൾ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്ന കാര്യത്തിനും ഇതിനൊക്കെ ഡാറ്റയുടെ യൂസ് കൂടിയത് ഈ റീസെൻ്റ്ലി ആണ്. അപ്പോൾ പണ്ടത്തെ ഫസ്റ്റ് ജനറേഷൻ സർവീസസ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഫാക്സ്, ഇപ്പോൾ നമ്മുടെ ഷോർട്ട് മെസ്സേജിങ്, ഈ ഇലക്ട്രോണിക് മെയിൽ, ഇങ്ങനത്തെ ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഒരു സർക്യൂട്ട് സ്വിച്ചിങ് ഇൻഎഫിഷ്യൻ്റ് ആയിരുന്നു. അതേപോലെ തന്നെ അത് ഫസ്റ്റ് ജനറേഷൻ സബ്സ്ക്രൈബർ എക്യുപ്മെൻറ്റ് ഓൾമോസ്റ്റ് എല്ലാ ഫസ്റ്റ് ജനറേഷൻ എക്യുപ്മെൻറ്റും മോസ്റ്റ്ലി ഫോക്കസ് ചെയ്യുന്നത് വോയിസിന് മാത്രമാണ്. ഡാറ്റ നമ്മളതിന് പ്രിഫറൻസ് കൊടുത്തിട്ടില്ലായിരുന്നു ആ ടൈമിൽ. However, in 1993, the US cellular industry developed cellular digital packet data. Cellular digital packet data means CDPD. Cellular Digital Packet Data CDPD standard to coexist the conventional voice only cellular system. അത് കോഎക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊരു ഡിജിറ്റൽ സെല്ലുലാർ ഇൻഡസ്ട്രി എന്ത് ചെയ്തു, ഈ സെല്ലുലാർ ഡിജിറ്റൽ പാക്കറ്റ് ഡാറ്റ ക്രിയേറ്റ് ചെയ്തു. സോ ഇൻ 1980s two other data only mobile service called ADRIS and RMD were developed to provide packet radio connectivity throughout a network. അപ്പോൾ മൊബൈൽ ഡാറ്റ ഓൺലി സർവീസായ അഡ്രിസും RMD എന്ന് പറഞ്ഞാൽ ARDISും അതേപോലെ തന്നെ RMD were developed to provide packet radio connectivity throughout a network. അത് പാക്കറ്റ് റേഡിയോ കണക്ടിവിറ്റി ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ സെല്ലുലാർ ഡിജിറ്റൽ പാക്കറ്റ് ഡാറ്റ എന്ന് പറഞ്ഞാൽ CDPD ഈസ് എ ഡാറ്റ സർവീസസ് ഫോർ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ജനറേഷൻ US സെല്ലുലാർ സിസ്റ്റം ആൻഡ് യൂസസ് എ ഫുൾ 30 kHz AMPS ചാനൽ ഓൺ എ ഷെയർഡ് ബേസിസ്. ഇപ്പോൾ CDPD യൂസ് ചെയ്യുന്നത് ഒരു ഡാറ്റ സർവീസാണ്. അത് യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് ജനറേഷനും സെക്കൻഡ് ജനറേഷൻ സെല്ലുലാർ സിസ്റ്റത്തിലാണ്. അതേപോലെ തന്നെ യൂസ് ചെയ്യുന്നത് 30 kHz AMPS ചാനൽ ഓൺ എ ഷെയർഡ് ബേസിസ്. ഒരു ഷെയർഡ് ബേസിലുള്ള 30 kHz AMPS ചാനലാണ് യൂസ് ചെയ്യുന്നത്. And also CDPD provides mobile packet data connectivity to exist data networks and other cellular systems വിത്തൗട്ട് ഇനി അഡീഷണൽ ബാൻഡ് വിഡ്ത്ത് റിക്വയർമെൻറ്റ്. അപ്പോൾ നമുക്ക് അഡീഷണൽ ബാൻഡ് വിഡ്ത്ത് റിക്വയർമെൻറ്റ് തന്നെ ഇല്ലാതെ തന്നെ ഈ CDPD പ്രൊവൈഡ്സ് പാക്കറ്റ് മൊബൈൽ ഡാറ്റ കണക്ടിവിറ്റി ഫോർ എക്സിസ്റ്റിംഗ് നെറ്റ്വർക്ക് ആൻഡ് അതർ സെല്ലുലാർ സിസ്റ്റം. അതർ സെല്ലുലാർ സിസ്റ്റത്തിനും എക്സിസ്റ്റിംഗ് മൊബൈൽ ഡാറ്റയ്ക്കും എക്സിസ്റ്റിംഗ് ഡാറ്റ നെറ്റ്വർക്ക്സിനും നമുക്ക് ഈ മൊബൈൽ ഡാറ്റ പാക്കറ്റ് കണക്ടിവിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. It also capitalizes on the unused air time which occurs between successive radio channels assignment by the MSC. It is estimated by 30% of
the time a particular cellular radio channel is unused, so the packet data may be transmitted until that channel is selected by any MSC to provide a voice circuit. അപ്പോൾ ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപിറ്റലൈസ് അൺയൂസ്ഡ് എയർ ടൈം, നമ്മൾ ഈ കൂടുതൽ ടൈമും നമ്മൾ അൺയൂസ്ഡ് ആയിരിക്കും ഈ എയർ ടൈം എന്ന് എയറിലുള്ള റേഡിയോ ചാനൽസ്. അപ്പോൾ നമുക്ക് ആ ഒരു ഗ്യാപ്പിൽ ഈ ഒരു ഡാറ്റ നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും, ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. ഇൻ ബിറ്റ്വീൻ ഒരു MSC അത് ആ ഒരു റിസോഴ്സ് യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്യാപ്പിൽ നമ്മളിത് സെൻഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. So CDPD directly overlays with existing cellular infrastructure and uses existing base station equipment, making it simple and inexpensive to install. അത് അപ്പോൾ CDPD മെയിനിലായിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഓൾറെഡി ഉള്ള എക്യുപ്മെൻറ്റിനകത്ത് ഇൻഎക്സ്പെൻസീവ് ആയിട്ട് അതേപോലെ തന്നെ ഒരു എക്സിസ്റ്റിംഗ് ബേസ് സ്റ്റേഷൻ യൂസ് ചെയ്തിട്ടൊരു ഒരു സിമ്പിളായിട്ട് ഡാറ്റ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു എക്യുപ്മെൻറ്റ് ഇതാണ് ഒരു ഹെൽപ്പാണ് ചെയ്യുന്നത്. So furthermore, CDPD does not uses the MSC, but rather it has its own traffic routing capability. ഇപ്പോൾ CDPDക്ക് MSC യൂസ് ചെയ്യേണ്ട കാര്യമില്ല, അതിന് its own traffic routing capabilities ഉണ്ട്. അതേപോലെ തന്നെ CDPD occupies voice channels purely on a secondary non-interfering basis, and packet channels are dynamically assigned to different cellular voice channels and they become vacant. So CDPD radio channels varies in time. ഇപ്പോൾ CDPD radio channelsൽ വാരി ചെയ്യുന്നതാണ് ബിക്കോസ് അതിന് പ്യുവർലി ഒരു സെക്കൻഡറി ആണ് ഈ നമ്മുടെ വോയിസ് ചാനൽസ് എന്ന് പറയുന്നത്. കൂടുതലും മെയിൻലി ഫോക്കസ് ചെയ്യുന്ന ഡാറ്റ ചാനൽസ് ആണ്. അപ്പോൾ പാക്കറ്റ് ചാനൽസ് ഡൈനാമിക്കലി അസൈൻ ചെയ്യും. എപ്പോഴാണോ നമുക്ക് ആവശ്യം വരുന്ന ആ ടൈമിൽ അത് ഡൈനാമിക്കലി അസൈൻ ചെയ്യും. അതുപോലെ തന്നെ വോയിസ് ചാനലാണെങ്കിൽ അങ്ങനെ. അപ്പോൾ എന്നുവെച്ചാൽ ആ ഒരു റേഡിയോ ചാനൽസിൻ്റെ ടൈമിനനുസരിച്ചിട്ട് അത് വാരി ചെയ്തുകൊണ്ടിരിക്കും. CDPD ഒരിക്കലും അത് ഫിക്സ്ഡ് അല്ല, നമ്മുടെ റിക്വയർമെൻറ്റിനനുസരിച്ച് അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ആസ് വിത്ത് കൺവെൻഷണൽ ഫസ്റ്റ് ജനറേഷൻ AMPAs, ഈച്ച് CDPD ചാനൽ ഈസ് ഡ്യൂപ്ലെക്സ് ഇൻ നേച്ചർ. ഇപ്പോൾ CDPD ചാനൽ ഡ്യൂപ്ലെക്സ് ഇൻ നേച്ചറാണ്. ഇപ്പോൾ 2-way കണക്ഷൻ പോസിബിൾ ആണ്. സോ കൊളീഷൻ and the forward channel serves as a beacon and transmits data from PSTN side of the network, while the reverse channel links all the mobile users to the CDPD networks and serves as the access channel for each subscriber. അപ്പോൾ സബ്സ്ക്രൈബറിന് ആക്സസ് ചാനലായിട്ടാണ് നമ്മുടെ റിവേഴ്സ് ചാനൽ ലിങ്ക് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഫോർവേഡ് ചാനൽ എന്ന് വെച്ചാൽ ബീക്കൺ ആൻഡ് ട്രാൻസ്മിറ്റ് ഡാറ്റ ഫ്രം PSTN ടു അതർ സൈഡ് ഓഫ് നെറ്റ്വർക്ക്. ഇപ്പോൾ PSTN അതർ സൈഡ് ഓഫ് നെറ്റ്വർക്കിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫോർവേഡ് ചാനൽ യൂസ് ചെയ്യുന്നത്. So collision may result when many mobile users attempt to access the network simultaneously. ഇപ്പോൾ കുറേ യൂസേഴ്സ് അറ്റ് എ ടൈം ആക്സസ് ചെയ്യുന്ന സമയത്ത് കൊളീഷൻ ഉണ്ടാകാനുള്ള ചാൻസും ഉണ്ട് ഈ ഒരു CDPDയിൽ. And each CDPD simplex link occupies 30 kHz RF channel and data is sent at 19,200 bit per second. Since CDPD is packet switched, the large number of modems are able to access the same channel on and as needed packet by packet basis. അപ്പോൾ ഇതിനകത്ത് ഒരു ലാർജ് നമ്പർ ഓഫ് മോഡംസ് അറ്റ് എ ടൈം ആക്സസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് പാക്കറ്റ് ഓരോ ചാനലിനും പാക്കറ്റ് ബൈ പാക്കറ്റ് ബേസിസിൽ അത് ആക്സസ് ചെയ്യാനും പറ്റുന്നുണ്ട്. So CDPD support broadcast, dispatch, electronic mail and field monitoring application. And GMSK BT equal to 0.5 modulation is used so that the existing analog FM cellular receivers can easily detect CDPD format without redesign. But currently GMSK BT equal to 0.5 modulation ആണ് യൂസ് ചെയ്യുന്നത് FM cellular receivers. അതുകൊണ്ട് തന്നെ CDPD അതിനെ പെട്ടെന്ന് തന്നെ ഡിറ്റക്ട് ചെയ്യാനും പറ്റും. അതേപോലെ തന്നെ അതിനകത്ത് ഒരു റീഡിസൈനിൻ്റെ ആവശ്യമില്ല. സോ CDPD ട്രാൻസ്മിഷൻസ് ആർ ക്യാരിഡ് ഔട്ട് യൂസിങ് ഫിക്സഡ് ലെങ്ത് ബ്ലോക്സ് ആൻഡ് യൂസർ ഡാറ്റ ഈസ് പ്രൊട്ടക്റ്റഡ് യൂസിങ് റീഡ് സോളമൻ 6347 block code with 6-bit symbols. So for each packet 282 user bits are coded into 378-bit blocks which provide correction for up to 8 symbols. 2 lower layer protocol is used in CDPD and the mobile data link protocol MDLP is used to convey information between data link layer entities, layer 2 devices across CDPD air interface. അപ്പോൾ CDPD air interfaceും അതേപോലെ ഡാറ്റ ലിങ്ക് ലെയറും തമ്മിൽ ഇൻഫർമേഷൻസ് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് മൊബൈൽ ഡാറ്റ ലിങ്ക് പ്രോട്ടോക്കോൾ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ MDLP provides logical data link connection on a radio channel by using an address contained in each packet frame. അപ്പോൾ
MDLP ഒരു ലോജിക്കൽ ഡാറ്റ ലിങ്ക് കണക്ഷൻസ് ഓൺ റേഡിയോ ചാനൽ ഒരു ലോജിക്കൽ ഡാറ്റ ലിങ്ക് കണക്ഷൻ കൊടുക്കുന്നുണ്ട് ആൻഡ് യൂസിങ് ദ അഡ്രസ് കണ്ടെയ്ൻഡ് ഇൻ ഈച്ച് പാക്കറ്റ്. ഓരോ പാക്കറ്റിലുള്ള അഡ്രസ്സ് വെച്ചിട്ട് അത് ഇതേപോലെ അഡ്രസ്സ് വെച്ചിട്ട് അതിനെ ഒരു കണക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ MDLP ഓൾസോ പ്രൊവൈഡ് സീക്വൻസ് കൺട്രോൾ ടു മെയിൻറ്റെയിൻ ദ സീക്വൻഷ്യൽ ഓർഡർ ഓഫ് ഫ്രെയിംസ് അക്രോസ് എ ഡാറ്റ ലിങ്ക് കണക്ഷൻ ആസ് വെൽ ആസ് എറർ ഡിറ്റക്ഷൻ ആൻഡ് ഫ്ലോ കൺട്രോൾ. എറർ ഡിറ്റക്ഷനും ഫ്ലോ കൺട്രോളും എല്ലാം ഒരു സീക്വൻഷ്യൽ ഓർഡർ ഓഫ് ഫ്രെയിംസിൽ across the data link connection provide ചെയ്യുന്നുണ്ട്. And also the second protocol is radio resource management protocol. RRMP is a higher layer 3 protocol used to manage the radio channel resources of the CDPD system and enables MES to find and utilize the duplex radio channel without interfering the standard voice service. അപ്പോൾ ഈ ഒരു റേഡിയോ റിസോഴ്സ് മാനേജ്മെൻറ്റ് പ്രോട്ടോക്കോൾ ലെയർ 3യിലാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇതൊരു റേഡിയോ ചാനൽസ് റിസോഴ്സും CDPD സിസ്റ്റത്തിലുള്ള റേഡിയോ ചാനൽസിൻ്റെ ഡ്യൂപ്ലെക്സ് ചാനൽസ് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ, അതേപോലെ തന്നെ അത് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. അതേപോലെ തന്നെ അത് വോയിസ് ചാനൽസിനെ ഇൻ്റർഫിയർ ചെയ്യാണ്ടാണ് ചെക്ക് ചെയ്യുന്നത്. ആൻഡ് RRMP ഹാൻഡിൽസ് ബേസ് സ്റ്റേഷൻ ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് കോൺഫിഗറേഷൻ മെസ്സേജസ് ഫോർ ഓൾ MES stations and provide information that the MES can be used to determine CDPD channels without knowledge and history of the channel usage. അതേപോലെ തന്നെ ഇത് ആ ചാനലിൻ്റെ ഒരു ഹിസ്റ്ററിയോ അല്ലെങ്കിൽ അതിൻ്റെ യൂസ് എത്രത്തോളം യൂസ് ചെയ്തിട്ടുണ്ടെന്നോ ഒന്നും അറിയാതെ തന്നെ ഡിറ്റർമൈൻ ചെയ്യാതെ തന്നെ ആ ഒരു ബേസ് സ്റ്റേഷൻ കോൺഫിഗറേഷൻ ഐഡൻറ്റിഫിക്കേഷനും കോൺഫിഗറേഷൻ ഓഫ് ഓൾ MES സ്റ്റേഷൻ ആൻഡ് പ്രൊവൈഡ് ഇൻഫർമേഷൻ ദാറ്റ് MES can യൂസ് ടു ഡിറ്റർമൈൻ യൂസബിൾ CDPD. അപ്പോൾ ഏതൊക്കെ CDPD ആണ് ആ ടൈമിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ള ഇൻഫർമേഷൻ കൊടുക്കുന്നതും RRMP ആണ്. അടുത്തന്നെ RRMP also handles channel hopping commands and cell handoffs and MES change of power commands. So CDPD version 1.0 uses X.25 wide area network, WAN subprofiles and frame relay capabilities for internal subnetworks. അപ്പോൾ CDPD version 1.0 യൂസ് ചെയ്യുന്നത് X.25 wide area network ആണ്. And table lists the link layer characteristics for CDPD. ഇപ്പോൾ CDPD link layer characteristics ആണ് നമ്മുടെ ടേബിളിൽ. അത് ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാവുന്നതാണ്. ആൻഡ് ഫിഗർ ഇല്ലുസ്ട്രേറ്റ് എ ടിപ്പിക്കൽ CDPD നെറ്റ്വർക്ക്. അപ്പോൾ ഈ ഫിഗർ നിങ്ങൾ മസ്റ്റായിട്ടും വരയ്ക്കുക. CDPDനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയായാലും മാർക്ക് കിട്ടും അത് വരച്ച് കഴിഞ്ഞാൽ. ഇതില്ലാന്നുണ്ടെങ്കിൽ മാർക്ക് കുറയും. ആൻഡ് മൊബൈൽ MES എന്ന് പറഞ്ഞാൽ മൊബൈൽ എൻഡ് സ്റ്റേഷൻ ആണ്. MDBS എന്ന് പറഞ്ഞാൽ മൊബൈൽ ഡാറ്റാ ബേസ് സ്റ്റേഷൻ. MDIS എന്ന് പറഞ്ഞാൽ ഇൻ്റർമീഡിയറ്റ് സെർവർ ഫോർ CDPD ട്രാഫിക്. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ഇൻ ദിസ് വേ മൊബൈൽ യൂസേഴ്സ് ആർ ഏബിൾ ടു കണക്ട് ടു ദ ഇൻ്റർനെറ്റ് ഓർ ദ PSTN ത്രൂ ഔട്ട് ഇൻ്റർഫേസ്. CDPD ക്യാൻ ക്യാരി എയ്തർ ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ ഓർ OSI കണക്ഷൻലെസ് പ്രോട്ടോകോൾ CLNP ട്രാഫിക്. അപ്പോൾ അതിനകത്ത് രണ്ട് പ്രോട്ടോക്കോൾ വെച്ചിട്ട് നമുക്ക് ഇൻ്റർഫേസ് യൂസ് ചെയ്ത് കണക്ട് ചെയ്യാൻ പറ്റും. IP പ്രോട്ടോക്കോളും ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോളും അല്ലെങ്കിൽ OSI കണക്ഷൻലെസ് പ്രോട്ടോക്കോൾ യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഫിഗറിൽ നിങ്ങൾക്ക് തോന്നുന്ന MES ഉണ്ട്, അതേപോലെ തന്നെ MDBS ഉണ്ട്, അതേപോലെ MDIS ഉണ്ട്. ഇതിനകത്ത് നമ്മുടെ ഇൻ്റർഫേസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതേപോലെ പ്രോട്ടോക്കോൾ വഴി നമുക്കിത് കണക്ട് ചെയ്യാൻ പറ്റുന്നത്, PSTN ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതാണ് ബേസിക് ഡയഗ്രാം ഓഫ് CDPD എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അടുത്ത നമ്മൾ നേരത്തെ പറഞ്ഞു അഡ്വാൻസ്ഡ് റേഡിയോ ഡാറ്റ ഇൻഫർമേഷൻ സിസ്റ്റം, ADRIS എന്ന് പറയും. സോ അഡ്വാൻസ്ഡ് റേഡിയോ ഡാറ്റ ഇൻഫർമേഷൻ സിസ്റ്റം ഈസ് എ പ്രൈവറ്റ് നെറ്റ്വർക്ക് സർവീസ് പ്രൊവൈഡഡ് ബൈ മോട്ടറോള and IBM and is based on MDC 4800 and RDLA റേഡിയോ ഡാറ്റ ലിങ്ക് ആക്സസ് പ്രൊസീജിയർ പ്രോട്ടോകോൾ ഡെവലപ്ഡ് അറ്റ് മോട്ടറോള. അപ്പോൾ മോട്ടറോളയാണ് ഈ ഒരു സർവീസ് നെറ്റ്വർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അഡ്വാൻസ്ഡ് റേഡിയോ ഡാറ്റ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞ ഒരു പ്രോട്ടോകോൾ അല്ലെങ്കിൽ പ്രൊസീജിയർ പ്രൊവൈഡ് ചെയ്യുന്നത്. ADRIS provides 800 MHz two-way mobile data communication for short-length radio messages in urban and building environments and the user traveling at low speeds. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർക്കാണ് ADRIS പ്രൊവൈഡ് ചെയ്യുന്നത്. ഡാറ്റ ടു-വേ മൊബൈൽ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഷോർട്ട് ADRIS മെസ്സേജസ് ഹാവ് എ ലോ retry rate but high packet overhead, while long messages spread over length of the packet and that have many
that have higher read rate. അപ്പോൾ ലോ മെസ്സേജസിന് റീഡ് റേറ്റ് കുറവും അതേപോലെ തന്നെ ഹൈ മെസ്സേജസിന് ലോങ് മെസ്സേജസിന് റീഡ് റേറ്റ് കൂടുതലുമാണ് അഡ്രസ് ഷോർട്ട് അഡ്രസ്സിന്. ആൻഡ് അഡ്രസ് ഹാസ് ബീൻ ഡിപ്ലോയ്ഡ് ടു പ്രൊവൈഡ് എക്സലൻറ്റ് ഇൻ ബിൽഡിംഗ് പെനിട്രേഷൻ. ബിൽഡിംഗ് പെനിട്രേഷനിൽ എക്സലൻ്റ് ആണ്. അതേപോലെ തന്നെ ലാർജ് സ്കെയിൽ സ്പേഷ്യൽ ആൻറ്റിന ഡൈവേഴ്സിറ്റി യൂസ്ഡ് ടു റിസീവ് മെസ്സേജസ് ഫ്രം മൊബൈൽ യൂസേഴ്സ്. ഇപ്പോൾ ലാർജ് സ്പേഷ്യൽ ആൻറ്റിനയാണ് യൂസ് ചെയ്യുന്നത് മൊബൈൽ യൂസേഴ്സിൽ നിന്ന് മെസ്സേജസ് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെയാണ് നമ്മൾ ആ ഒരു ടേബിളിൽ കൊടുത്തിട്ടുള്ള. നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നോട്ട്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ആൻഡ് വെൻ മൊബൈൽ യൂസേഴ്സ് സെൻഡ്സ് എ പാക്കറ്റ് മെനി ബേസ് സ്റ്റേഷൻസ് വിച്ച് ആർ ട്യൂൺഡ് ടു ദി transmission frequency attempt to detect and decode the transmission in order to provide diversity reception for the case when multiple mobiles contended to reverse link. അത് റിവേഴ്സിൽ. അപ്പോൾ ഈ ഒരു ഇതിനകത്ത് നമ്മളിപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ ഇഷ്ടംപോലെ സ്റ്റേഷൻസ് ട്യൂൺ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഓരോ സ്റ്റേഷൻസ് ഇതേപോലെ ഈ മെസ്സേജസ് ഡീകോഡ് ചെയ്യാൻ നോക്കും. ആൻഡ് ഓൾസോ ദ ഡൈവേഴ്സിറ്റി ഓഫ് ടു പ്രൊവൈഡ് നോട്ട് ടു പ്രൊവൈഡ് ദ diversity reception for the case when multiple mobile users are content to reverse link. And in this manner, address base stations are able to ensure the detection of simultaneous transmission as long as users are sufficiently separated in space. And table lists some characteristics of address, so you can use that information in the notes also when you are writing the exam. സോ തേർഡ് തിങ് എന്ന് പറഞ്ഞാൽ RMD. അത് നമ്മൾ ഓൾറെഡി ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ കൊടുത്തായിരുന്നു. സോ RMD, RAM mobile data. RAM mobile data is a public two-way data service based upon Mobitex protocol developed by Ericsson. So RAM provides street level coverage for short and long messages for user moving in an urban environment. And RAM has a capability for voice and data transmission, but has been designed primarily for data and familial fax messages and are transmitted as normal text to the gateway processor, which then convert the radio messages and to an appropriate format by merging it with the background page. But RAM has a capability voice and data transmission capability ഉണ്ട്. അതേപോലെ തന്നെ it is primarily designed for fax messages and transmitted at a normal text. ഇപ്പോൾ നോർമൽ ടെക്സ്റ്റ് ആയിട്ട് പ്രൈമറി ആയിട്ട് ടെക്സ്റ്റ് അത് സെൻഡ് ചെയ്യും. എന്നിട്ടൊരു ഗേറ്റ്വേ പ്രോസസ്സർ വരെ അത് നോർമൽ ടെക്സ്റ്റ് ആയിരിക്കും. അതിനുശേഷം അതിന് കൺവേർട്ട് ചെയ്തിട്ട് അപ്രോപ്രിയേറ്റ് ഫോർമാറ്റിലോട്ട് മാറ്റും. Thus, the packet switched wireless transmission for a normal length message instead of much larger fax email, even though the end user receives what appears to be a standard fax. അപ്പോൾ ഈ ഒരു ടേബിളിൽ ഇതിൻ്റെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് റെഫർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്. ഈ പറഞ്ഞ ടോപ്പിക്സ് ഒന്നും വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, അധികം എക്സാമിൻസ് ഒന്നും ചോദിച്ചിട്ടില്ല. പക്ഷേ നോട്ട്സ് അഥവാ നിങ്ങളുടെ എക്സാമിനകത്ത് ഈ ഒരു ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. ഇത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വെച്ച് കണ്ടുമുട്ടാം. ബൈ.